Good evening, cadets. ഞാൻ CPL ഗായത്രി ബി GT ഇസ്ലാം കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇൻസെൻറ്റീവ്സ് ടു NCC കേഡറ്റ്സ് ആണ്. സോ അതിൽ 3 പാർട്ടായിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് പാർട്ട് വരുന്നത് ഇൻസെൻറ്റീവ്സ് പ്രൊവൈഡഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസെൻറ്റീവ്സ്. പിന്നെ സെക്കൻഡ് പാർട്ടിൽ വരുന്നത് കാഡറ്റ് വെൽഫെയർ സൊസൈറ്റി. പിന്നെ തേർഡ് പാർട്ടിൽ വരുന്നത് ഇൻസെൻറ്റീവ്സ് പ്രൊവൈഡഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. സോ നമുക്ക് ഓരോന്ന് എങ്ങനെയാണെന്ന് നോക്കാം. അവരുടെ NCC കാഡറ്റ്സിന് പ്രൊവൈഡ് ചെയ്യുന്ന പ്രൊവിഷൻസ് അതൊക്കെ എന്തൊക്കെയാണ് നോക്കുന്നത്. അതിൽ 2 പാർട്ടായിട്ടാണ് പറയുന്നത്. ഒന്ന് ഇൻസെൻറ്റീവ്സ് ഇൻ എംപ്ലോയ്മെൻറ്റ് ഫീൽഡ്, സെക്കൻഡ് പാർട്ടിൽ അക്കാഡമിക് ഫീൽഡ്. എംപ്ലോയ്മെൻറ്റ് ഫീൽഡിൽ ഉദ്ദേശിക്കുന്നത് ഭാവിയിൽ എന്തെങ്കിലും ഒരു ജോലിക്ക് നോക്കുന്ന സമയത്ത് കിട്ടുന്ന സഹായങ്ങൾ. പിന്നെ അക്കാഡമിക് ഫീൽഡ് എന്ന് പറയുന്നത് നിങ്ങൾ ഫ്യൂച്ചർ സ്റ്റഡീസിനെല്ലാം പോകുന്ന സമയത്ത് ഏതൊക്കെ കോളേജിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് കൺസിഡറേഷൻ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് വരുന്ന സ്റ്റേറ്റ് ആണ് ആന്ധ്രാപ്രദേശ്. അതിൽ എംപ്ലോയ്മെൻറ്റ് ഫീൽഡിൽ കാണാം പ്രിഫറൻസ് ഇസ് ബീങ് ഗിവൺ ടു NCC BNC certificate holders for recruitment in police service and for recruitment in transport department. അതായത് BNC സർട്ടിഫിക്കറ്റ് ഉള്ള കേഡറ്റ്സ് പോലീസ് സർവീസിലേക്കോ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് സർവീസിലേക്കോ നോക്കുകയാണെങ്കിൽ അവർക്ക് ഒരു കൺസിഡറേഷൻ ഉണ്ട്. പിന്നെ വരുന്നത് അക്കാഡമിക് ഫീൽഡ്. ആന്ധ്രാപ്രദേശിലെ അക്കാഡമിക് ഫീൽഡിൽ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 1 seat is reserved for admission to various degree and diploma courses and 5% seats of LLB courses in Osmania University. സോ ആന്ധ്രാപ്രദേശിലുള്ള വൺ ഓഫ് ദി ഫേമസ് യൂണിവേഴ്സിറ്റിയാണ് ഒസ്മാനിയ യൂണിവേഴ്സിറ്റി. സോ അവിടെ എല്ലാ ഡിഗ്രി ആൻഡ് ഡിപ്ലോമ കോഴ്സസിലേക്ക് ഒരു സീറ്റും അതേപോലെ 5% സീറ്റ്സ് LLB കോഴ്സിലേക്കും റിസർവ്ഡ് ആണ്. പിന്നെ സെക്കൻഡ് പോയിന്റ്, സീറ്റ്സ് ആർ റിസർവ്ഡ് ഇൻ ഗവൺമെന്റ് പോളിടെക്നിക് ആൻഡ് PG ഡിഗ്രി ഡിപ്ലോമ കോഴ്സസ്. ദെൻ ഗവൺമെന്റ് ആന്ധ്രാപ്രദേശിലുള്ള എല്ലാ ഗവൺമെന്റ് കോളേജിലേക്കും സീറ്റ്സ് റിസർവ്ഡ് ആണ് ഫോർ NCC കേഡറ്റ്സ്. പിന്നെ തേർഡ് പോയിന്റ്, 1% ഓഫ് ടോട്ടൽ സീറ്റ് ഇൻ കോഴ്സ് ഓഫ് സ്റ്റഡി റിസർവ്ഡ് ഇൻ എഞ്ചിനീയറിംഗ് കോളേജ്. എഞ്ചിനീയറിംഗ് കോളേജിലാണെങ്കിൽ 1% സീറ്റ്സ് റിസർവ്ഡ് ആണ്. പിന്നെ വരുന്നത് 25% റിസർവ്ഡ് ഫോർ മെഡിക്കൽ കോഴ്സസ്. മെഡിക്കൽ കോഴ്സസിലേക്ക് പോവുകയാണെങ്കിൽ 25% സീറ്റ്സ് NCC കേഡറ്റ്സിനാണ്. അതാണ് ആന്ധ്രാപ്രദേശിലെ കാര്യങ്ങൾ. പിന്നെ സെക്കൻഡ് വരുന്നതാണ് ബീഹാർ ആൻഡ് ജാർഖണ്ഡ്. അതിൽ എംപ്ലോയ്മെന്റ് ഫീൽഡിലേക്ക് നോക്കുകയാണെങ്കിൽ ബോണസ് മാർക്സ് ആർ ഗിവൺ ടു NCC BNC സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സ് for recruitment in police and forest departments. NCCയിൽ 3 സർട്ടിഫിക്കറ്റ് കിട്ടുമെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, A, B and C. അതിൽ B and C സർട്ടിഫിക്കറ്റിനാണ് കൂടുതൽ ജോബിന് ഇമ്പോർട്ടൻസ് ഉള്ളത്. സോ ബീഹാർ ആൻഡ് ജാർഖണ്ഡ് സ്റ്റേറ്റിൽ അവർ B and C സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സിലേക്ക് ഫോറസ്ട്രി അതേപോലെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള എൻറോൾമെന്റ് ഈസിയാണ്. അടുത്ത വരുന്ന അക്കാഡമിക് ഫീൽഡ് ബോണസ് മാർക്സ് ആർ ഗിവൺ ടു NCC BNC സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സ് ഫോർ അഡ്മിഷൻ ഇൻ വേരിയസ് കോഴ്സസ് ഇൻ ദ യൂണിവേഴ്സിറ്റി ഓഫ് പട്ന, റാഞ്ചി, മിഥില ആൻഡ് ബഗൽപൂർ. സോ ഈ സ്റ്റേറ്റിൽ ഉള്ള യൂണിവേഴ്സിറ്റീസ് പട്ന, റാഞ്ചി, മിഥില ആൻഡ് ബഗൽപൂരിലുള്ള യൂണിവേഴ്സിറ്റീസിന് NCC BN സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സിന് അഡ്മിഷൻസ് കിട്ടാൻ ഈസിയാണ്. അടുത്ത് വരുന്ന സ്റ്റേറ്റ് ആണ് JNK, ജമ്മു ആൻഡ് കാശ്മീർ. ജമ്മു ആൻഡ് കാശ്മീരിൽ അക്കാഡമിക് ഫീൽഡ് അവരൊന്നും പറയുന്നില്ല, എംപ്ലോയ്മെന്റ് ഫീൽഡാണ് നമുക്കുള്ളത്. അതിൽ അവർ പറയുന്നത് എന്താ വെച്ചാൽ 10% ഓൺ ഓർ 1 post which is ever higher reserved in non-gazetted services in police, home guards, forest and excise departments for NCC certificate holders. ഓരോ പോസ്റ്റിലേക്കും 10% റിസർവേഷൻ ഉണ്ട്. ഏതൊക്കെയാണ് സർവീസസ് എന്ന് വെച്ചാൽ പോലീസ്, ഹോം ഗാർഡ്സ്, ഫോറസ്റ്റ് ആൻഡ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ്. ബട്ട് അത് C സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സിന് വേണ്ടിയിട്ടാണ്. പിന്നെ വരുന്നത് സിമിലർ റിസർവേഷൻസ് ഫോർ ഗേൾ കാഡറ്റ്സ് ഇൻ പോലീസ് ആസ് നഴ്സസ്, റിസപ്ഷനിസ്റ്റ് ആൻഡ് ടെലിഫോൺ ഓപ്പറേറ്റേഴ്സ്. ഗേൾ കാഡറ്റ്സിന് വേണ്ടിയിട്ട് റിസർവേഷൻസ് ഉണ്ട്. അടുത്ത വരുന്ന സ്റ്റേറ്റ് ആണ് കർണാടക ആൻഡ് ഗോവ. കർണാടക ആൻഡ് ഗോവ എംപ്ലോയ്മെന്റ് ഫീൽഡിൽ ഒന്നും പറയുന്നില്ല. അക്കാഡമിക് ഫീൽഡ് നോക്കുകയാണെങ്കിൽ 10 seats in medical, 5 in non-allopathic, 50 in engineering, 10 in technical, 8 in B.Ed, 3 in post-graduation and 47 in polytechnic for outstanding NCC cadets. ഇപ്പോൾ മെഡിക്കൽ ഫീൽഡിലേക്ക് പോകാൻ താല്പര്യമുള്ള NCC cadetsന് വേണ്ടിയിട്ട് 10 seats റിസർവ്ഡ് ആണ്. അതേപോലെ നോൺ-allopathic കോഴ്സ് ആണെങ്കിൽ 5 seats, എഞ്ചിനീയറിംഗ് ആണെങ്കിൽ 50 seats, അതേപോലെ ടെക്നിക്കൽ എൻട്രി കോഴ്സിലേക്കാണെങ്കിൽ 10 seats, B.Ed ആണെങ്കിൽ 8. അങ്ങനെ ഒരു കൗണ്ട് വെച്ചിട്ട് ഇത്ര സീറ്റ്സ് കർണാടക ആൻഡ് ഗോവയിൽ NCC കാഡറ്റ്സിന് വേണ്ടി റിസർവ്ഡ് ആണ്. അടുത്ത വരുന്നതാണ് MAH എന്ന് പറയുന്നത് മഹാരാഷ്ട്ര ആണ്. അവർ എംപ്ലോയ്മെന്റ് ഫീൽഡ് ഒന്നും പറയുന്നില്ല. അക്കാഡമിക് ഫീൽഡിലേക്ക് നോക്കുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റി ഓഫ് മുംബൈ ഗിവ്സ് മാക്സിമം ഓഫ് 10 ഗ്രേസ് മാർക്സ് ടു NCC കാഡറ്റ്സ് അപ്പിയറിംഗ് അറ്റ് വേരിയസ് ഡിഗ്രി എക്സാമിനേഷൻസ്. മുംബൈ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ഓരോ എക്സാമിലേക്ക് അതിൻ്റെ ഇവാലുവേഷൻ ടൈമിൽ NCC കാഡറ്റ്സ് ആണെങ്കിൽ 10 മാർക്സ് ഗ്രേസ് മാർക്സ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് പോയിന്റ്, 2% മാർക്സ് ആർ ഗിവൺ ടു NCC കാഡറ്റ്സ് ഓഫ് മഹാരാഷ്ട്ര യൂണിവേഴ്സിറ്റി. എന്താണ് ഇപ്പോൾ 2% മാർക്ക് ടോട്ടൽ അക്വയർ ചെയ്യുന്ന മാർക്കിൻ്റെ 2% മാർക്സ് NCC കാഡറ്റ്സിന് വേണ്ടി മഹാരാഷ്ട്ര യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ 3 മാർക്സ് ആർ ഗിവൺ ഫോർ അഡ്മിഷൻ ഇൻ മെഡിക്കൽ കോളേജസ്. സോ മെഡിക്കൽ കോളേജിലേക്ക് അഡ്മിഷൻ എടുക്കുന്നവർക്ക് ഒരു 3 മാർക്സ് എക്സ്ട്രാ അലോട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ 10 seats ആർ റിസർവ്ഡ് ഇൻ എഞ്ചിനീയറിംഗ് കോളേജസ്.
പിന്നെ വെയിറ്റേജ് മാർക്സ് 4 ഇസ് ഗിവൺ ടു അഡ്മിഷൻ ഇൻ ITI. അവരെല്ലാം എന്താണ് കറസ്പോണ്ടിങ് ആയിട്ട് അത്രയും മാർക്സ് അവർക്ക് കിട്ടുന്നുണ്ട്. അടുത്തതാണ് ആസാം. ആസാമിലെ എംപ്ലോയ്മെന്റ് ഫീൽഡിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രിഫറൻസ് ഇസ് ബീങ് ഗിവൺ ടു NCC B&C സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സ് ഫോർ റിക്രൂട്ട്മെന്റ് ഇൻ പോലീസ് സർവീസസ് ആൻഡ് ഗവൺമെന്റ് ജോബ്സ്. സോ B&C സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഏതൊരു ഗവൺമെന്റ് ജോബ്, ആസാം സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിട്ടുള്ള ജോബ് നോക്കുകയാണെങ്കിൽ പ്രിഫറൻസസ് ഉണ്ട്. പിന്നെ അക്കാഡമിക് ഫീൽഡിലാണെങ്കിൽ 2 seats are reserved for best NCC cadets for admission in diploma and certificate courses in engineering and technology. ബെസ്റ്റ് NCC cadets ആയിട്ട് സെലക്ട് ആവുന്നവർക്ക് 2 seats റിസർവ്ഡ് ആണ് എഞ്ചിനീയറിംഗ് കോളേജസിൽ. പിന്നെ വരുന്നത് 1 seat റിസർവ്ഡ് ഈച്ച് ഇൻ ആസാം എഞ്ചിനീയറിംഗ് കോളേജ് ആൻഡ് ജോർഹാട്ട് എഞ്ചിനീയറിംഗ് കോളേജ്. എന്താണ് ആസാം എഞ്ചിനീയറിംഗ് കോളേജ് ആൻഡ് ജോർഹാട്ട് എഞ്ചിനീയറിംഗ് കോളേജ് ആസാമിലുള്ള 2 ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ്. അവിടെ ഓരോ സീറ്റ് NCC കാഡറ്റ്സിന് വേണ്ടി റിസർവ്ഡ് ആണ്. പിന്നെ വരുന്നത് പ്രിഫറൻസ് ഫോർ അഡ്മിഷൻ ഇൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സ് ഇൻ ഗുവാഹട്ടി യൂണിവേഴ്സ്. അതേപോലെ തന്നെ PGക്ക് പോകുന്നവരാണെങ്കിൽ ഗുവാഹട്ടി യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ്റെ സമയത്ത് B&C സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് പ്രിഫറൻസ് ഉണ്ട്. അടുത്ത വരുന്ന ഒരു കളക്ഷൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ് അരുണാചൽ പ്രദേശ്, മണിപ്പൂർ, മേഘാലയ, നാഗാലാൻഡ് ആൻഡ് ത്രിപുര. ഈ സ്റ്റേറ്റ്സിലെല്ലാം എംപ്ലോയ്മെന്റ് ഫീൽഡിൽ എന്താണ് പറയുന്നത് വെച്ചാൽ പ്രിഫറൻസ് ടു റിക്രൂട്ട്മെന്റ് ഇൻ സ്റ്റേറ്റ് പോലീസ് സർവീസസ്, റിസർവേഷൻ ഓഫ് 10% പോസ്റ്റ് ഇൻ പോലീസ് ഡിപ്പാർട്ട്മെന്റ്, പോസ്റ്റ് ഓഫ് വുമൻ കോൺസ്റ്റബിൾ ആൻഡ് വുമൻ ഹവിൽദാർ ആർ റിസർവ് ഫോർ NCC കാഡറ്റ്സ്. എന്താണ് ഏതൊരു ഗവൺമെന്റ് പോസ്റ്റിലേക്കും എസ്പെഷ്യലി പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ 10% പോസ്റ്റ്, എത്ര പോസ്റ്റ് ഉണ്ടോ ടോട്ടൽ അതിന്റെ 10% NCC കാഡറ്റ്സിനായിരിക്കണം. അതേപോലെ തന്നെ വുമൻ ഹവിൽദാർ, വുമൻ കോൺസ്റ്റബിൾ എല്ലാം NCC കാഡറ്റ്സിന് വേണ്ടിയിട്ടാണ്. പിന്നെ അക്കാഡമിക് ഫീൽഡ് എന്ന് പറയുന്നത് റിലാക്സേഷൻ ഓഫ് 50% മാർക്സ് ഫോർ അഡ്മിഷൻ ടു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻക്ലൂഡിംഗ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അണ്ടർ സ്റ്റേറ്റ് ഗവൺമെന്റ്. എന്താണ് 50% മാർക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അഡ്മിഷന്റെ ടൈമിൽ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കും, എസ്പെഷ്യലി ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അണ്ടർ ദ സ്റ്റേറ്റ് ഗവൺമെന്റ്. അടുത്ത വരുന്നതാണ് ഒഡീസ. ഒഡീസയിൽ എംപ്ലോയ്മെന്റ് ഫീൽഡിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രിഫറൻസ് ടു റിക്രൂട്ട്മെന്റ് ഇൻ സ്റ്റേറ്റ് പോലീസ് സർവീസസ്. പോലീസ് സർവീസസ് മെയിൻലി NCC കഴിഞ്ഞാൽ പോലീസ് സർവീസസിലേക്കാണ് പ്രിഫറൻസ് കൂടുതൽ. സോ ഒഡീസയിലും അതുപോലെ തന്നെ അവർ പ്രിഫർ ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നത് അക്കാഡമിക് ഫീൽഡ് എന്താണ് അഡീഷണൽ വെയിറ്റേജ് മാർക്സ് ഓവർ ദ എബവ് അഗ്രിഗേറ്റ് മാർക്സ് ഒബ്റ്റെയിൻഡ് ഫോർ അഡ്മിഷൻ ഇൻ വേരിയസ് കോളേജസ്. ഇന്ന കോഴ്സിനൊന്നും സ്പെസിഫൈ ചെയ്ത് പറയുന്നില്ല. ഡിപ്പെൻഡിങ് ഓൺ ദ സർട്ടിഫിക്കറ്റ് ABC ഏത് സർട്ടിഫിക്കറ്റ് ആണുള്ളത് അതേപോലെ തന്നെ ഏത് കോഴ്സ് ജോയിൻ ചെയ്യുന്നതിനനുസരിച്ചിട്ട് മാർക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അടുത്ത വരുന്നത് ഹരിയാന, HP, ഹിമാചൽ പ്രദേശ് ആൻഡ് പഞ്ചാബ്. അതിലെ എംപ്ലോയ്മെന്റ് ഫീൽഡിൽ പറയുന്നത് പ്രിഫറൻസ് ടു റിക്രൂട്ട്മെന്റ് ഇൻ സ്റ്റേറ്റ് പോലീസ് സർവീസസ് ആൻഡ് ഹോം ഗാർഡ് ഡിപ്പാർട്ട്മെന്റ്. പോലീസ് സർവീസിലേക്കും അതേപോലെ തന്നെ ഹോം ഗാർഡിലേക്കും പോകുന്നവർക്ക് പ്രിഫറൻസ് ഉണ്ട്. പിന്നെ അക്കാഡമിക് ഫീൽഡ് വരുന്നത് വെയിറ്റേജ് ഫോർ അഡ്മിഷൻ ടു വേരിയസ് കോഴ്സ് ഓഫ് സ്റ്റഡി ഇൻ ഹിമാചൽ പ്രദേശ് യൂണിവേഴ്സിറ്റി. പിന്നെ വെയിറ്റേജ് മാർക്സ് ഫോർ അഡ്മിഷൻ ഇൻ വേരിയസ് കോഴ്സസ് ഇൻ സ്റ്റേറ്റ് ഗവൺമെന്റ് പോളിടെക്നിക്സ് കോളേജസ് ആൻഡ് യൂണിവേഴ്സിറ്റി. ഹിമാചൽ പ്രദേശ് യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യുന്നവർക്ക് ഏത് കോഴ്സിനാണെങ്കിലും വെയിറ്റേജ് മാർക്സ് ഉണ്ട്. അതേപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള പോളിടെക്നിക് കോളേജസ് അതേപോലെ യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യുന്നവർക്കും വെയിറ്റേജ് മാർക്സ് ഹരിയാന, HP ആൻഡ് പഞ്ചാബ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്ത വരുന്ന സ്റ്റേറ്റ് ആണ് രാജസ്ഥാൻ. രാജസ്ഥാനിൽ എംപ്ലോയ്മെന്റ് ഫീൽഡിൽ പ്രിഫറൻസ് ഇൻ റിക്രൂട്ട്മെന്റ് ടു സ്റ്റേറ്റ് പോലീസ് ഫോഴ്സിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണെങ്കിൽ വെയിറ്റേജസ് ഉണ്ട്. അടുത്ത വരുന്ന അക്കാഡമിക് ഫീൽഡ് ആണെങ്കിൽ വെയിറ്റേജ് ഓഫ് മാർക്സ് ഇസ് ഗിവൺ ബൈ ദ യൂണിവേഴ്സിറ്റീസ് ഓഫ് രാജസ്ഥാൻ ഫോർ ദ പർപ്പസ് ഓഫ് അഡ്മിഷൻ ടു വേരിയസ് കോഴ്സ് ഓഫ് ദ യൂണിവേഴ്സിറ്റി. രാജസ്ഥാൻ ഗവൺമെന്റ് അണ്ടറിലുള്ള യൂണിവേഴ്സിറ്റീസിലേക്ക് ഏത് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്നു അതിനനുസരിച്ചിട്ട് പ്രിഫറൻസ് മാർക്സ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് തമിഴ്നാട് ആൻഡ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്. അതിലെ എംപ്ലോയ്മെന്റ് ഫീൽഡ് പറയുന്നത് തമിഴ്നാട് പബ്ലിക് കമ്മീഷൻ വൈൽ സെലക്ടിംഗ് കാഡറ്റ്സ് ടു ദ പോസ്റ്റ് ഇൻ സിവിൽ സർവീസസ് ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ NCC സർട്ടിഫിക്കറ്റ്സ് പ്രോസസ് ബൈ ദ കാഡറ്റ്സ്. അപ്പോൾ നമ്മൾ കേരള ഗവൺമെന്റിൽ കേരള PSC ഉള്ള പോലെ തന്നെ തമിഴ്നാട് പബ്ലിക് കമ്മീഷൻ കാഡറ്റ്സിനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് സിവിൽ സർവീസസ് ലൈക്ക് സിവിൽ പോസ്റ്റിലേക്ക് വേണ്ടി സെലക്ട് ചെയ്യുന്ന സമയത്ത് NCC സർട്ടിഫിക്കറ്റ്സിന് അവർ പ്രിഫറൻസ് കൊടുക്കുന്നുണ്ട്. അതെങ്ങനെയാണ് അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഔട്ട് ഓഫ് 12 മാർക്സ് ഫോർ ദ ഓവറോൾ ടെസ്റ്റ് in BT and PG assistant recruitment in Tamil Nadu, half marks is awarded for NCC activities. എന്താണ് നിങ്ങൾക്ക് ഇന്റർവ്യൂവിനെല്ലാം പോകുന്ന സമയത്ത് പേഴ്സണൽ ടെസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഇതിലെല്ലാം എന്താണ് NCC ആക്ടിവിറ്റീസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ എക്സ്ട്രാ ഒരു ഹാഫ് മാർക്സ് അവർ പ്രൊവൈഡ് ചെയ്യും. അടുത്തത് അക്കാഡമിക് ഫീൽഡാണ്. Academic field 1 seat reserved in undergraduate courses in each college and 1 seat in any postgraduate courses and polytechnic where NCC scheme is അവൈലബിൾ. എന്താണ് ഒരു സീറ്റ് ഗ്രാജുവേഷൻ കോഴ്സിന് അതേപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സ് അതേപോലെ തന്നെ പോളിടെക്നിക് ഇവിടെ എല്ലാം റിസർവ്ഡ് ആണ്. അടുത്ത് വരുന്നതാണ് പോണ്ടിച്ചേരി. പോണ്ടിച്ചേരി എന്താണ് പ്രിഫറൻസ് ഫോർ സെലക്ഷൻ ടു വേരിയസ് പോസ്റ്റ് ഇൻ ഓൾ ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് പോണ്ടിച്ചേരി എസ്പെഷ്യലി പോലീസ്. എല്ലാ സ്റ്റേറ്റിലും ഇപ്പോൾ കോമൺ ആയിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പോലീസ്. സോ നിങ്ങൾക്ക് ഇപ്പോൾ സ്പെഷ്യലായിട്ട് പെട്ടെന്ന് ഓർക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് പോലീസ്, ഹോം, ഫോറസ്ട്രി, ആ കാര്യങ്ങളെല്ലാം എന്താണ് നിങ്ങൾക്ക് റിസർവേഷൻ NCC കാഡറ്റ്സ് ആണെങ്കിൽ എന്തായാലും ഉണ്ടാവും. പിന്നെ വരുന്നത് അക്കാഡമിക് ഫീൽഡാണ്. എ വെയിറ്റേജ് ഓഫ് 2% മാർക്സ് ഫോർ BA, BSc ആൻഡ് BCom കോഴ്സസ്. ഡിഗ്രീൻ്റെ BA, BSc, BCom കോഴ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ 2% മാർക്സ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
അടുത്ത വരുന്നതാണ് ഉത്തർപ്രദേശ്, UP. അതിൽ എംപ്ലോയ്മെന്റ് ഫീൽഡിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ പ്രിഫറൻസ് ടു NCC cadets in recruitment to the services in state government. 8% seats are reserved in state government for part-time NCC officers and NCC cadets who become disabled during the course of training. NCC cadetsന് സ്റ്റേറ്റിൻ്റെ അണ്ടറിലുള്ള ഏതൊരു സർവീസിലേക്ക് റിസർവേഷൻസ് ഉണ്ട്. അതിൽ എസ്പെഷ്യലി എടുത്ത് പറയുന്നത് 8% സീറ്റ്സ് റിസർവ്ഡ് ആണ് സ്റ്റേറ്റ് ഗവൺമെന്റിൽ ഫോർ പാർട്ട് ടൈം NCC ഓഫീസേഴ്സ് ആൻഡ് NCC കാഡറ്റ്സ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇഞ്ചുറി എല്ലാം സംഭവിച്ചിട്ട് NCC അങ്ങനെ കഴിഞ്ഞ് വരുന്ന ആൾക്കാർക്കും അവർ സ്പെഷ്യൽ കൺസിഡറേഷൻസ് കൊടുക്കുന്നുണ്ട്. പിന്നെ അക്കാഡമിക് ഫീൽഡ് ബോണസ് മാർക്ക് വെയിറ്റേജ് ബൈ വേരിയസ് യൂണിവേഴ്സിറ്റീസ് ഫോർ അഡ്മിഷൻ ഇൻ വേരിയസ് ഡിഗ്രി, BEd ആൻഡ് പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സസ്. സോ UPൻ്റെ അണ്ടറിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ BEd, ഡിഗ്രി അങ്ങനെ ഏതെങ്കിലും കോഴ്സസിന് വേണ്ടി ജോയിൻ ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് ബോണസ് മാർക്സ് അല്ലെങ്കിൽ വെയിറ്റേജ് മാർക്സ് പ്രൊവൈഡ് ചെയ്യും. അടുത്തത് വരുന്ന UA, ഉത്തരാഖണ്ഡ്. എംപ്ലോയ്മെന്റ് ഫീൽഡിലൊന്നും പറയുന്നില്ല. അക്കാഡമിക് ഫീൽഡിൽ പറഞ്ഞത് 1 seat each in branch in Kumaon Engineering College, GB Pant Engineering College and Government Polytechnics, and 2 seats each in Kumaon University and Gahav University for BEd. ഇതെല്ലാം എന്താണ് ഉത്തരാഖണ്ഡിലുള്ള കുറച്ച് ഫേമസ് യൂണിവേഴ്സിറ്റീസിന്റെ പേരാണ്. ഇവിടെയെല്ലാം ഓരോ സീറ്റ്സ് ഓരോ കോഴ്സസിന് വേണ്ടി റിസർവ്ഡ് ആണ് എന്നാണ് പറയുന്നത്. അടുത്ത് വരുന്ന സ്റ്റേറ്റ് ആണ് വെസ്റ്റ് ബംഗാൾ ആൻഡ് സിക്കിം. അതിൽ എംപ്ലോയ്മെന്റ് ഫീൽഡിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വെയിറ്റേജ് ബീങ് ഗിവൺ ഫോർ എൻറോൾമെന്റ് ഇൻ പോലീസ്. 20% വെയിറ്റേജ് ഇസ് ബീങ് ഗിവൺ ടു NCC കാഡറ്റ്സ് ഫോർ റിക്രൂട്ട്മെന്റ് ഇൻ ഹോം ഗാർഡ്. പോലീസിലേക്ക് നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ എന്താണ് വെയിറ്റേജ് മാർക്സ് ഉണ്ട്. അതേപോലെ തന്നെ 20% വെയിറ്റേജ് എന്താണ് NCC കാഡറ്റ്. ഹോം ഗാർഡ്സിലേക്ക് ഹോം ഗാർഡ് ആവാൻ ആഗ്രഹിക്കുന്നവർക്ക് NCC കാഡറ്റ് ആണെങ്കിൽ 20% വെയിറ്റേജ് മാർക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നത് അക്കാഡമിക് ഫീൽഡ് എന്നാണ് ബോണസ് മാർക്സ് വെയിറ്റേജ് ബൈ വേരിയസ് യൂണിവേഴ്സിറ്റീസ് ഫോർ അഡ്മിഷൻ ഇൻ വേരിയസ് ഡിഗ്രി, BEd ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സസ്. ഏത് കോഴ്സ് ഓപ്റ്റ് ചെയ്യുന്നോ അതിനനുസരിച്ചിട്ടുള്ള ബോണസ് മാർക്സ് അല്ലെങ്കിൽ വെയിറ്റേജ് മാർക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സ്റ്റേറ്റിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റീസും എന്നാണ് പറയുന്നത്. ഇനി വരുന്ന കാര്യമാണ് ഇമ്പോർട്ടൻറ്റ്. താഴത്തെ പോയിന്റ് ആണ്. ഇൻ കേസ് ഓഫ് സ്റ്റേറ്റ്സ് ലൈക്ക് ഡൽഹി, ഗുജറാത്ത്, ദാദ്ര ആൻഡ് നാഗർ ഹവേലി, ഛത്തീസ്ഗഡ് ആൻഡ് മിസോറം, incentives in the form of concession for employment, education are not being given. However, other incentives like scholarships and cash awards are being given in these states. So ഈ സ്റ്റേറ്റ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഈ സ്റ്റേറ്റിലൊന്നും എന്താണ് സ്റ്റേറ്റ് വൈസ് ഇൻസെൻറ്റീവ്സ് അങ്ങനെ ഒരു വേറെ തന്നെ ഇല്ല. മറിച്ച് സെൻട്രൽ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന സ്കോളർഷിപ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാവർക്കും കിട്ടും. അല്ലാണ്ട് സ്റ്റേറ്റ് തന്നെ സ്പെഷ്യലായിട്ട് ഒന്നും കൊടുക്കുന്നില്ല. സോ അടുത്തത് വരുന്ന സ്റ്റേറ്റ് ആണ് കേരള ആൻഡ് ലക്ഷദ്വീപ്, നമ്മുടെ സ്വന്തം സ്റ്റേറ്റ്. സോ കേരള സ്റ്റേറ്റിൻ്റെ ഫസ്റ്റ് വരുന്നത് അവർ പ്രൊവൈഡ് അക്കാഡമിക് ഫീൽഡിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസെൻറ്റീവ്സ് ആണ്. അതിൽ വരുന്നത് സീറ്റ്സ് ഇൻ എഞ്ചിനീയറിംഗ് കോളേജസ്, പോളിടെക്നിക്, ആയുർവേദ, മെഡിക്കൽ ആൻഡ് നഴ്സിംഗ് കോളേജസ്. ഇവിടെ എല്ലാം എന്താണ് സീറ്റ്സ് റിസർവ്ഡ് ആയിരിക്കും അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെയിറ്റേജ് മാർക്സ് കിട്ടും. അതേപോലെ തന്നെ ബോണസ് മാർക്സ് ഫോർ പ്രീ ഡിഗ്രി, ഡിഗ്രി കോഴ്സസ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സസ്, BEd കോഴ്സസ് ആൻഡ് ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സസ്, വെയിറ്റേജ് ഫോർ അഡ്മിഷൻ ടു ഹയർ സ്റ്റഡീസ്. അതായത് നിങ്ങൾ ഏതൊരു കോഴ്സ് കഴിഞ്ഞിട്ട് അതിന് ഹയർ സ്റ്റഡീസിന് പോകുന്നോ അവിടെയെല്ലാം നിങ്ങൾക്ക് NCC BC സർട്ടിഫിക്കറ്റ്സ്, ABC സർട്ടിഫിക്കറ്റ്സ് ഉണ്ടെങ്കിൽ കറസ്പോണ്ടിങ് കൺസിഡറേഷൻ കിട്ടുന്നതായിരിക്കും. ആ പോയിന്റിനെ ലാബറേറ്റ് ചെയ്തിട്ടാണ് അടുത്ത സ്ലൈഡിൽ പറയുന്നത്. മെനി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഹാവ് അലോട്ടഡ് സ്പെഷ്യൽ കോട്ട ടു സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സ് ഫ്രം NCC. പ്രിഫറൻസ് ഇസ് ഗിവൻ ഇൻ ദ ഫോളോയിങ് ഫീൽഡ്സ്: ഡിഗ്രി ആൻഡ് ഡിപ്ലോമ കോഴ്സസ്, LLB കോഴ്സസ്, ഗവൺമെന്റ് പോളിടെക്നിക് ആൻഡ് എഞ്ചിനീയറിംഗ് കോളേജസ്, മെഡിക്കൽ കോളേജസ്. സോ ഈ ഡിഗ്രി കോഴ്സിനാണെങ്കിൽ ഡിപ്ലോമ, LLB ഇതെല്ലാം ഫ്യൂച്ചർ സ്റ്റഡീസിനുള്ളതാണ്. സോ ഇതിൽ ഏത് കോഴ്സ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുകയാണെങ്കിലും അതിനനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പിന്നെ എംപ്ലോയബിലിറ്റി ഫീൽഡ് പറയുകയാണെങ്കിൽ സെയിം തന്നെ. പോലീസ് ഡിപ്പാർട്ട്മെന്റ്, ട്രാൻസ്പോർട്ട് സർവീസ്, എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലേക്കെല്ലാം നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കേരള ഗവൺമെന്റിന്റെ സഹായങ്ങൾ കിട്ടുന്നതായിരിക്കും. അടുത്ത് നമുക്ക് ഫസ്റ്റ് സ്ലൈഡിന്റെ ഫസ്റ്റ് പാർട്ടിലേക്ക് പോവാം. നമ്മൾ ഇൻസെന്റീവ്സ് പ്രൊവൈഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതിൽ കൺസെഷൻസ് പ്രൊവൈഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ്, അതായത് സെൻട്രൽ ഗവൺമെന്റ് NCC കാഡറ്റ്സിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ എയിംസിൽ പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് ആയിരുന്നു ടു ക്രിയേറ്റ് ആൻ എൻവയോൺമെന്റ് ഫോർ ദ കാഡറ്റ്സ് ടു ജോയിൻ ടു ദ ആംഡ് ഫോഴ്സസ്. അത് തന്നെയാണ് ഏറ്റവും വലിയ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഇൻസെന്റീവിന്റെ രൂപത്തിൽ വരുന്നത്. അത് തന്നെയാണ്, അതായത് ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സസ്, മെയിൻലി എന്താണ് ആർമി ഉണ്ട്, നേവി, എയർഫോഴ്സ്, ഇതിലേക്കെല്ലാം നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് NCCയുടെ സർട്ടിഫിക്കറ്റ്സ് ഉണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ വെയിറ്റേജും പ്രിഫറൻസസും ഉണ്ട്. ഇപ്പോൾ ഫസ്റ്റ് വരുന്ന പോയിന്റ് അതാണ്. കമ്മീഷൻ ഇൻ ഡിഫൻസ് ഫോഴ്സസ് ട്രെയിനിങ് അക്കാഡമീസ്. അതിലിപ്പോൾ ആർമി ആണെങ്കിൽ ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി ഉണ്ടാവും. സോ സർട്ടിഫിക്കറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് UPSC അല്ലെങ്കിൽ SSBന്റെ ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് അവിടേക്ക് പോവാം. അതേപോലെ തന്നെ പിന്നെ വരുന്നത് നേവിയാണ്. നേവി ആണെങ്കിൽ നിങ്ങൾ UPSC ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. നേവി തന്നെ കണ്ടക്ട് ചെയ്യുന്ന SSB എക്സാം ഉണ്ട്. സോ ആ എക്സാം നിങ്ങൾ എഴുതി ക്വാളിഫൈ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് നേവിയിലേക്ക് സെലക്ഷൻ കിട്ടും. അതേപോലെ തന്നെ എയർഫോഴ്സ്, IAF എന്ന് ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ എയർഫോഴ്സ് അക്കാഡമിയാണ്. അവിടെ നിങ്ങൾ UPSC SSB എക്സാംസ് ഒന്നുമല്ല എഴുതേണ്ടത്. എയർഫോഴ്സ് SSB ഉണ്ട്, ആ എക്സാമാണ് നിങ്ങൾ എഴുതേണ്ടത്. സോ
ഏറ്റവും വലിയ സെൻട്രൽ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസെന്റീവ്സ് അത് തന്നെയാണ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് ആർമി, നേവി, എയർഫോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് OTA അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് നിങ്ങൾക്ക് ട്രെയിനിങ് അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് പോസ്റ്റിംഗ് കിട്ടും. പിന്നെ വരുന്ന സെക്കൻഡ് പോയിന്റ് ആണ് ഫോർ OAS, സീലേഴ്സ് ആൻഡ് എയർമെൻ. അതിൽ നിങ്ങൾ ഇതിലേതെങ്കിലുമാണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് 5 to 10% ബോണസ് മാർക്സ് ആണ് റിക്രൂട്ട്മെന്റ് ടൈമിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ തേർഡ് വരുന്നതാണ് പാരാമിലിറ്ററി ഫോഴ്സസ്. അതിലാണെങ്കിൽ 2 to 10 ബോണസ് മാർക്സ് ആർ അവൈഡഡ് ഫോർ ദ റിക്രൂട്ട്മെന്റ്. നിങ്ങൾ പാരാമിലിറ്ററി ഫോഴ്സസിലേക്കുള്ള ആപ്ലിക്കേഷനോ സെലക്ഷനൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് NCC സർട്ടിഫിക്കറ്റ് എങ്കിൽ 2 മുതൽ 10 മാർക്ക് വരെ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ വരുന്ന ഫോർത്ത് പോയിന്റ് ആണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ. അതിൽ നിങ്ങൾ സെലക്ഷന് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ബോണസ് മാർക്സ് ആർ അവോർഡഡ് ഫോർ റിക്രൂട്ട്മെന്റ്. പിന്നെ വരുന്നതാണ് CRPF. CRPF എന്ന് ഉദ്ദേശിക്കുന്നത് സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ്. അതിൽ NCC cadets ഹോൾഡിംഗ് 3rd ഡിവിഷൻ ഡിഗ്രി എലിജിബിൾ ഫോർ റിക്രൂട്ട്മെന്റ് ടു ഗസറ്റ് പോസ്റ്റ്. അപ്പോൾ നിങ്ങൾ ഡിഗ്രി എല്ലാം കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് എല്ലാം കിട്ടിയിട്ടാണ് നിങ്ങൾ CRPFിലൊക്കെ സെലക്ഷൻ കിട്ടി ജോയിൻ ആവുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന പോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഗസ്റ്റഡ് ഓഫീസറിന്റെ പോസ്റ്റ് ആയിരിക്കും. പിന്നെ 6th വരുന്നത് നാഷണൽ കാഡറ്റ് കോർപ്സ്. അതായത് നിങ്ങൾക്ക് NCC സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ NCCയിൽ തന്നെ ഗേൾ കാഡറ്റ് ഇൻസ്ട്രക്ടർ ആയിട്ട് അല്ലെങ്കിൽ WTLOs ഹോൾ ടൈം ലേഡി ഓഫീസേഴ്സ് ആയിട്ട് പോസ്റ്റിംഗ് കിട്ടാൻ ഈസിയാണ്. പിന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ്സ് പ്രിഫറൻസ് ഇൻ സർട്ടൻ സ്റ്റേറ്റ്സ്. അത് നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, ഓരോ സ്റ്റേറ്റ് എങ്ങനെയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളത്. പിന്നെ വരുന്ന 8th പോയിന്റ് ആണ് ഇൻഡസ്ട്രീസ്. സം ഇൻഡസ്ട്രീസ് ഗീവ് പ്രിഫറൻസ് ടു NCC സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സ് ഫോർ വേരിയസ് ജോബ്സ്. അതായത് നിങ്ങളിപ്പോൾ ഒരു ഇന്റർവ്യൂവിന് അങ്ങനെ എന്തെങ്കിലും പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഓൾറെഡി നിങ്ങളുടെ കൈൻഡ് ഓഫ് സെലക്റ്റഡ് ആണ്. കാരണം നമ്മൾ ക്യാരക്ടറിൽ നിന്നെല്ലാം ആ ഒരു നീറ്റ്നെസ് അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഉണ്ട്, ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ്. അതിലാണ് പറഞ്ഞത് എക്സ്പെൻഡിച്ചർ ഓഫ് NCC ട്രെയിനിങ് ഇസ് ബോൺ ബൈ ദ ഗവൺമെന്റ്. അതായത് നിങ്ങളിപ്പോൾ സെലക്ഷൻ എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളെ യൂണിഫോം, നിങ്ങൾ അറ്റൻഡ് ചെയ്ത ക്യാമ്പ്സ്, പരേഡ്സ്, അതേപോലെ ക്യാമ്പിനിടയിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഫുഡ്, ഇതൊന്നും നിങ്ങൾ പേ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതെല്ലാം വഹിക്കുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. അതായിരുന്നു നമ്മൾ പാർട്ട് 1 ഓഫ് ദ ഡിസ്കഷൻ. പിന്നെ വരുന്ന പാർട്ട് 2 ആണ് കാഡറ്റ് വെൽഫെയർ സൊസൈറ്റി. CWS നമ്മൾ ഇതിനെ ഷോർട്ടാക്കി പറയും. സോ ഇതൊരു നെയിം തന്നെ സജസ്റ്റ് ചെയ്യുന്ന പോലെ കാഡറ്റ് വെൽഫെയർ സൊസൈറ്റി, കാഡറ്റ്സിന്റെ വെൽഫെയറിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സൊസൈറ്റി. അത് തന്നെയാണ് പോയിന്റിലും പറയുന്നത്. ടു പ്രൊവൈഡ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആൻഡ് റിലീഫ് ടു കാഡറ്റ് സസ്റ്റൈനിങ് ഇഞ്ചുറി, ഡെത്ത് ഡ്യൂറിംഗ് NCC റിലേറ്റഡ് ആക്ടിവിറ്റീസ്. നിങ്ങൾ NCC റിലേറ്റഡ് ആയിട്ട് ക്യാമ്പിന് പോകുന്ന സമയത്ത്, ഇപ്പോൾ എക്സാമ്പിൾ ട്രെക്കിങ്ങിന് പോകുന്ന സമയത്ത് നിങ്ങൾ വീണോ എന്തെങ്കിലുമൊക്കെ പരിക്കൊക്കെ പറ്റുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ഫിനാൻഷ്യൽ എക്സ്പെൻസസ്, അതായത് ഹോസ്പിറ്റൽസിന്റെ ബിൽ, അതെല്ലാം തന്ന ഈ സൊസൈറ്റി നിങ്ങളെ സഹായിക്കുമെങ്കിൽ അതാണ് ഈ സൊസൈറ്റിന്റെ എയിം എന്ന് പറയുന്നത്. സോ ഇത് എസ്റ്റാബ്ലിഷ്ഡ് and registered in February 1985. So February 1985 ആണ് ഈ സൊസൈറ്റി സ്റ്റാർട്ട് ചെയ്തത് under the Societies Registration Act 1860. അടുത്ത് എയിംസ് ഓഫ് ദ സൊസൈറ്റി പറയുന്നുണ്ട്. മെയിൻലി 5 എയിംസ് ആണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറഞ്ഞ സെയിം കാര്യം, ടു ഗീവ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു കാഡറ്റ്സ് ഓർ നോമിനി ഇൻ കേസ് ഓഫ് ഡിമൈസ് ഡ്യൂറിംഗ് NCC ആക്ടിവിറ്റി. ഇപ്പോൾ ആക്ടിവിറ്റിൻ്റെ ഇടയിൽ നിങ്ങൾ മരിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾ കൂടുതലുള്ള നോമിനിക്ക് സഹായങ്ങൾ ലഭിക്കുന്നതായിരിക്കും. പിന്നെ വരുന്നത് ടു ഗീവ് ഫിനാൻഷ്യൽ റിലീഫ് ടു കാഡറ്റ്സ് ഓൺ സസ്റ്റൈനിങ് ഇൻജുറി, ഡിസബിലിറ്റി ഡ്യൂറിംഗ് NCC ആക്ടിവിറ്റി. ഇപ്പോൾ എന്തെങ്കിലും ഒരു ഡിസബിലിറ്റി സംഭവിക്കും, നിങ്ങളെ കയ്യിനോ കാലിനോ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു, അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ചിലപ്പോൾ ഒരുപാട് മണി സ്പെൻഡ് ചെയ്ത് ട്രീറ്റ്മെന്റ് എടുക്കേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിൽ സൊസൈറ്റി നിങ്ങളെ സഹായിക്കും. പിന്നെ വരുന്ന തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ടു ഗ്രാൻഡ് സ്കോളർഷിപ്പ് ടു അക്കാഡമിക്കലി ബ്രില്യൻറ്റ് NCC കാഡറ്റ്സ്. നിങ്ങൾക്ക് അക്കാഡമിക്കലി നല്ല ബ്രില്യൻ്റ് ആയിട്ട് ബ്രൈറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ സ്കോളർഷിപ്സിന്റെ ഫോമിൽ അവർ നിങ്ങളെ സഹായിക്കും. പിന്നെ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ടു ഗ്രാൻഡ് ബെസ്റ്റ് ആൻഡ് സെക്കൻഡ് ബെസ്റ്റ് കാഡറ്റ് അവാർഡ്സ് അറ്റ് ഗ്രൂപ്പ് ലെവൽസ്. അതായത് എല്ലാ വർഷവും ഓരോ ഗ്രൂപ്പിൽ നിന്നും ഒരു ബെസ്റ്റ് കാഡറ്റിനെയും ഒരു സെക്കൻഡ് ബെസ്റ്റ് കാഡറ്റിനെയും ചൂസ് ചെയ്യും. എല്ലാം JD, JW, SD, SW അങ്ങനെ മൊത്തം ഒരു ഫസ്റ്റ് ബെസ്റ്റ് കാഡറ്റും പിന്നെ ഒരു സെക്കൻഡ് ബെസ്റ്റ് കാഡറ്റും, അങ്ങനെ മൊത്തം 8 പേരുണ്ടാവും. സോ അവർക്കെല്ലാം ക്യാഷ് പ്രൈസ് കൊടുക്കുന്നത് കാഡറ്റ് വെൽഫെയർ സൊസൈറ്റിയാണ്. സോ ഫസ്റ്റ് ആണെങ്കിൽ 3500, സെക്കൻഡ് ആണെങ്കിൽ 2500, അങ്ങനെ അവർ ക്യാഷ് പ്രൈസ് സ്പോൺസർ ചെയ്യും. പിന്നെ വരുന്നത് ടു കണ്ടക്ട് സ്പോർട്സ് ആൻഡ് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് വിച്ച് കനോട്ട് ബി ഫണ്ടഡ് ബൈ ദ പബ്ലിക് ഫണ്ട്സ്. എന്തെങ്കിലും ഒരു സ്പോർട്സ് ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു അഡ്വഞ്ചർ ആക്ടിവിറ്റീസ്, പെൻസിലിന് ഒരുപാട് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് വരുന്നുണ്ട്, ട്രക്കിംഗ് പോലെയൊക്കെ. സോ അതിനെല്ലാം വേണ്ടിയുള്ള ഫണ്ടിങ് നടത്തുന്നത് ഈ ഒരു സൊസൈറ്റിയാണ്. അടുത്ത ഒരു ടേബിൾ കാണാം. NCC റിലേറ്റഡ് ആക്ടിവിറ്റീസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അവർ എത്ര എമൗണ്ട് ആണ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നതുള്ളത്. ഇപ്പോൾ നിങ്ങൾ മരിച്ചു പോവുകയാണ് എങ്കിൽ നിങ്ങൾക്ക് 4 lakhs വരെ കിട്ടാം. അതല്ല എന്തെങ്കിലും ഒരു പെർമനന്റ് ഡിസബിലിറ്റി, ലൈക്ക് കയ്യോ കാലോ നഷ്ടപ്പെടുക അങ്ങനത്തെ പ്രശ്നമെല്ലാം വരികയാണെങ്കിലും 4 lakh rupees കിട്ടും. പക്ഷേ അതൊരു ടെമ്പററി ഡിസബിലിറ്റി ആണെങ്കിൽ നിങ്ങൾ ഹോസ്പിറ്റൽ എക്സ്പെൻസിന് വേണ്ടി 1,75,000 വരെ കിട്ടും. അത് തന്നെയാണ് അതർ ആക്ടിവിറ്റീസിലും 3,50,000 അങ്ങനെ കറസ്പോണ്ടിങ് എമൗണ്ട്സ് കിട്ടും. അടുത്തതാണ് നമ്മൾ പറഞ്ഞ ഒരു സ്കോളർഷിപ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ സ്കോളർഷിപ്പ് എന്താ നമുക്ക് എല്ലാവർക്കും അറിയാം, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആണ്. അത് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് 1991 അവരെന്താണെന്ന് ചെയ്തതെന്ന് വെച്ചാൽ 1000 സ്കോളർഷിപ്സ് അവർ ടോട്ടൽ കൊടുത്തു. 6,000 വെച്ചിട്ട് 1000 പേർക്ക് അവർ കൊടുത്തു.
അതാണ് സഹാറ സ്കോളർഷിപ്പ്. സോ അതാണ് സ്കോളർഷിപ്സിൽ വരുന്നത്. പിന്നെ നമ്മൾ ബെസ്റ്റ് കാഡറ്റ് അവാർഡ്സിന്റെ കാര്യം ഓൾറെഡി പറഞ്ഞു. ഫസ്റ്റ് ബെസ്റ്റ് കാഡറ്റ് ആൻഡ് സെക്കൻഡ് ബെസ്റ്റ് കാഡറ്റിന് അവർ ക്യാഷ് അവാർഡ്സ് കൊടുക്കുന്നുണ്ട് എന്ന് നമ്മൾ ഓൾറെഡി നേരത്തെ പോയിന്റ് വൈസ് ആയിട്ട് പറഞ്ഞ് ഓരോ എയിമാണെന്ന് എക്സ്പാൻഡ് ചെയ്തിട്ടാണ് അടുത്ത സ്ലൈഡ്സിൽ വരുന്നത്. പിന്നെ അതേപോലെ തന്നെ സ്പോർട്സ് ആൻഡ് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ്. അത് ഇൻ ഒക്ടോബർ 1996 ദ സ്കോപ്പ് ഓഫ് ദ സൊസൈറ്റി വാസ് എക്സ്പാൻഡഡ് ടു ഫണ്ട് സച്ച് സ്പോർട്സ് ആൻഡ് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് വിച്ച് കനോട്ട് ബി ഓർഡിനറിലി ബി ഫണ്ടഡ് ബൈ ദ പബ്ലിക് ഫണ്ട്സ്. സോ ഈ ഒരു സ്കോപ്പ് അവർ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ഒക്ടോബർ 1996 ഇത്രയും കാലം അങ്ങനെ ഒരു സ്പോർട്സ് ആക്ടിവിറ്റി അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒന്നും അവർ ഫണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ അവർ ഫസ്റ്റ് ഫണ്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത് 1996. സോ പബ്ലിക് ഫണ്ട്സ് ഉപയോഗിച്ച് നടത്താൻ പറ്റാത്ത അഡ്വഞ്ചർ ആക്ടിവിറ്റീസോ സ്പോർട്സ് ആക്ടിവിറ്റീസോ എല്ലാം ഈ സൊസൈറ്റി കണ്ടക്ട് ചെയ്യാൻ തുടങ്ങി. നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പാർട്ടാണ്. സോ നമ്മളിപ്പോൾ ടോട്ടൽ ഇൻസെന്റീവ്സ് പ്രൊവൈഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ഫസ്റ്റ് ഡിസ്കസ് ചെയ്തത്. അതിൽ തന്നെ നമ്മൾ എംപ്ലോയ്മെന്റ് ഫീൽഡ് പറഞ്ഞു, അതേപോലെ തന്നെ അക്കാഡമിക് ഫീൽഡ് പറഞ്ഞു, പിന്നെ നമ്മൾ ഇൻസെന്റീവ്സ് പ്രൊവൈഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് പറഞ്ഞു. അതിൽ മെയിൻലി ഡിഫൻസ് ഫോഴ്സസിലേക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന സഹായങ്ങളാണ്. പിന്നെ കാഡറ്റ് വെൽഫെയർ സൊസൈറ്റി. ഇത്രയും പാർട്ട് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു.